ഹായ്, ഇന്ന് ഞാൻ കൊഴുവ മീൻ കൊണ്ട് ഒരു മുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് 1/2 കിലോ കൊഴുവ മീനാണ്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഇതിന് നെത്തോലി, നാട്ടിലൊക്കെ ഇതിൻ്റെ ചെറിയ നെത്തോലി കിട്ടും. ദുബായിലൊക്കെ ഈ ടൈപ്പിലുള്ള മീനാണ് കിട്ടുന്നത്. അതിന് കൊഴുവ എന്ന് പറയുന്നത്. ചൂട മീനെന്നും പറയും. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ചെറിയ ഇഞ്ചി ചതച്ചത്, ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 8 ചുമന്നുള്ളി ചതച്ചത്, ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ വാളംപുളി പിഴുപുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം, 1 കപ്പ് വെള്ളം, മഞ്ഞൾപ്പൊടി, എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. ഇത്രയും സാധനം മതി ഈ കറി ഉണ്ടാക്കാൻ. അതിനാദ്യമായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടിയിലെ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ സ്പൂണിന് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. കടുക് ഉലുവയൊക്കെ ഇട്ടിട്ട് ഈ സമയത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരം ചേർക്കാം. അതൊന്ന് മൂക്കാനായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക്, ചതച്ച് വെച്ച ചെറിയ ഉള്ളി, എല്ലാം ചേർത്ത് നന്നായി വഴറ്റി. ഈ സമയം നമുക്ക് കറിവേപ്പിലയും ചേർക്കാം. സ്റ്റൗ ചെറിയ സിമ്മിലാക്കി അടച്ചു വെച്ച് കുറച്ച് നേരം നമുക്ക് വഴറ്റാം. പാത്രം തുറന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ച് ചേർക്കാം. എല്ലാം കൂടെ നന്നായി വഴറ്റുക. പെട്ടെന്ന് വെള്ളാനായി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാത്രം തുറന്ന് നോക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ
പെരുംജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. പച്ചമണമൊക്കെ മാറി ഈ സമയം നമുക്കിതിലേക്ക് അരിച്ചു വച്ചിരിക്കുന്ന പിഴുപുളി വെള്ളമൊഴിക്കാം. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു തിള വരട്ടെ. എല്ലാം കൂടെ ഒരു ചെറിയ തിള വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 3/4 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാം. ഇളക്കി അടച്ച് വെച്ച് ഒരു നല്ല തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കറി തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ല തിളയ്ക്കാൻ തുടങ്ങി. നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവ മീൻ ചേർക്കാം. എല്ലാം കൂടെ ഇളക്കി ഇത് ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് വേകും. ഒരു 3 മിനിറ്റ് മതി. അത് നമുക്ക് തുറന്ന് നോക്കാം. അടച്ച് വയ്ക്കാം. അടപ്പ് തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ചെറിയ സിമ്മിലിട്ട് കറി വേവിക്കാം. അല്ലെങ്കിൽ കൊഴുവ മീനെല്ലാം പൊടിഞ്ഞു പോകും. ചെറിയ സിമ്മിലൊരു 2 മിനിറ്റ് കൂടെ വേകട്ടെ. പാത്രം തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ വിതറാം. എന്നിട്ട് ഒരു മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ സിമ്മിലൊന്ന്. ഈ സമയം വേണമെങ്കിൽ ശകലം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കാം. ഒരു ശകലം മതി. ഈ സമയം കറി നമുക്കൊന്ന് ചുറ്റിക്കാം. കൊഴുവ മീൻ മുളകിട്ടത് റെഡി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. കൊഴുവ മീൻ മുളകിട്ടത് റെഡി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.